നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ആക്രമണത്തിൽ ചിതറിത്തെറിച്ച അലി ലാരിജാനിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിക്കൂട്ടുകയാണ് ഇറാൻ സേന. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനെതിരെ ഇനി എന്ത് നീക്കം വേണം? ഇറാൻ റവല്യൂഷണറി ഗാർഡ് പരിഭ്രാന്തിയിൽ. ഖമനേയിക്ക് ശേഷം ഇറാൻ സേനയെ നയിക്കുന്നത് ലാരിജാനിയായിരുന്നു. ആ തലയും വീണതോടെ വെള്ളിടിയേറ്റ് നിൽക്കുകയാണ് ഖമനേയി സൈന്യം. ഇസ്രയേൽ അമേരിക്ക വെറിയിൽ ഗൾഫിലേക്ക് കാടടച്ച് വെടിവെക്കുന്ന ഇറാൻ ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്നു. അവരുടെ ആയുധപ്പുരയിലെ മിസൈൽ ശക്തി ഗൾഫിലേക്ക് പ്രയോഗിക്കുന്നു. ഇസ്രയേലിലേക്ക് തൊടുക്കുന്നത് ആകാശത്ത് തന്നെ ചിതറിക്കുകയാണ് ജൂതപ്പട. അയൺ ഡോം, താഡ് സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രയേലിലേക്ക് വീഴുന്നത് ചില ക്ലസ്റ്റർ ബോംബുകളും മറ്റു ചില മാരക ബോംബുകളും മാത്രമാണ്. ബാക്കിയെല്ലാം ആകാശത്ത് തന്നെ ചിതറിക്കുന്നുണ്ട് IDF. എന്നാൽ തൊട്ടിപ്പുറത്ത് ഇസ്രയേലും അമേരിക്കയും ഇറാൻ ഭരണകൂടത്തിലെ തലകൾ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തുന്നു. ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുകയാണ് ജൂതപ്പട. ഇറാന്റെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇടിച്ചും പൊരുതിയും നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും ഇറാന്റെ സൈനിക ശക്തി കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 10 വർഷത്തേക്ക് വലിയ പ്രഹരശേഷി ഇറാൻ ഉണ്ടാകില്ലെന്നാണ് യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഖമനേയി ഉൾപ്പെടെ ഇറാൻ ഭരണകൂടത്തിലെ തലകളെല്ലാം വീണിട്ടും തിരിച്ച് കാര്യമായ ഒരു അടി ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ കൊടുക്കാൻ കഴിയാത്തതിൻ്റെ നാണക്കേടിലാണ് ഇറാൻ ഇപ്പോൾ. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തലയെടുക്കുമെന്ന വെല്ലുവിളി ഉണ്ടെങ്കിലും ഇസ്രയേൽ ഭരണകൂടത്തിലെ ഒരു തലയെടുക്കാൻ ഇറാന് കഴിഞ്ഞിട്ടില്ല. ഇറാന്റെ ഇന്റലിജൻസ് രഹസ്യാന്വേഷണ സംഘം തലയും കുത്തി നിന്നിട്ടും ഇസ്രയേൽ ഭരണകൂടത്തിലുള്ളവരെ തൂക്കാനോ തൊടാനോ, എന്തിന് ജൂത സൈന്യത്തിലെ ഉന്നതരെ പോലും കൈവെക്കാനോ കഴിയുന്നില്ല. അതിന് കാരണം ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ തന്ത ഇസ്രയേലാണ്. ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മിസൈലുകളും വ്യോമാക്രമണങ്ങളും കൊണ്ട് പരസ്പരം നശിപ്പിക്കാൻ തുനിയുന്ന ഇസ്രയേലിനെയും ഇറാനെയുമാണ്. എന്നാൽ ഇരു രാജ്യങ്ങളും ചങ്ങാത്തത്തിൽ ഉണ്ടായിരുന്ന ഒരു ചരിത്രമുണ്ട്. ഇസ്രയേൽ രൂപീകൃതമായ ശേഷം അതിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇറാനായിരുന്നു. 30 വർഷത്തോളം ഇവർ കൈകോർത്ത് ശക്തരായി നിന്നു. ഇസ്രയേലിന് ആവശ്യമായ എണ്ണ ഇറാൻ നൽകി. പകരമായി ഇറാന് വേണ്ട സാങ്കേതിക സഹായങ്ങൾ ഇസ്രയേലും. അവിടെയാണ് മുൻപ് ഞാൻ പറഞ്ഞ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തന്ത ഇസ്രയേലാണെന്നുള്ളതിന്റെ പൊരുൾ. മൊസാദ് മാതൃകയിൽ തങ്ങൾക്കും ഒരു രഹസ്യാന്വേഷണ സംഘം വേണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചത് സാധ്യമാക്കി കൊടുത്തത് ഇസ്രയേലായിരുന്നു. ഇറാന്റെ രഹസ്യാന്വേഷണ സംഘം എവിടെ വരെ ചിന്തിക്കും, ഏതറ്റം വരെ പോകുമെന്ന് മൊസാദിന് കൃത്യമായി അറിയാം. ലാലേട്ടൻ്റെ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നീ ചിന്തിച്ച് നിർത്തുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങുമെന്ന്. അക്ഷരാർത്ഥത്തിൽ അതാണ് ഇറാന്റെ അവസ്ഥ. കാരണം ഇറാൻ എവിടെ വരെ ചിന്തിക്കുമെന്ന് അളന്നുകൂട്ടി കുറിച്ചെടുക്കാൻ മൊസാദിന് കഴിയും. മൊസാദിനാകട്ടെ ഇറാനിലെ മുക്കും മൂലയും വരച്ചു വെച്ചേക്കുന്നത് പോലെ കൃത്യമായി അറിയാം. 2025 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നപ്പോൾ അന്ന് ലോകം കണ്ടതാണ് മൊസാദിന്റെ ചാരവലയത്തിന്റെ ശക്തി. ഇറാന്റെ ആകാശത്തേക്ക് കടന്നു കയറി ഇസ്രയേൽ പോർ വിമാനങ്ങൾ നിലയുറപ്പിച്ചിട്ടും ടെഹ്റാനിലേക്ക് ടാങ്കറുകളിൽ സ്ഫോടക വസ്തുക്കളുമായി മൊസാദ് നുഴഞ്ഞു കയറിയിട്ടും ഇറാൻ അറിഞ്ഞില്ല. സ്ഫോടനം നടന്നതിന് ശേഷമാണ് ഇസ്രയേൽ ടെഹ്റാന്റെ കരയും ആകാശവും കീഴടക്കിയ സത്യം ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞത്. ഇറാനിൽ നിറയെ മൊസാദ് ചാരന്മാരാണ്. ചാരവലയം തീർത്തിരിക്കുകയാണവർ. ഇറാൻ ഭരണകൂടത്തിലും മൊസാദ് ചാരന്മാർ. എന്തിനേറെ ഇറാന്റെ മൊസാദ് വിരുദ്ധ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഇസ്രയേൽ ചാരനായിരുന്നു. ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് തന്നെയായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ ഒരു രീതിയിൽ ഇസ്രയേലിന് നേർക്കടിക്കാൻ എന്ത് ചാരപ്രവർത്തനം ഇറാൻ നടത്തിയാലും അതെല്ലാം തൂക്കുകയാണ് മൊസാദ് ചാരന്മാർ. ഒരു തിരിച്ചടിക്ക് ഇറാൻ തുനിയുമ്പോൾ അത് മാനത്ത് കാണുകയാണ് ഇസ്രയേൽ. അതുകൊണ്ട് ഇറാന്റെ ഒരു കളികളും നടക്കാതെ പോകുകയാണ്. അലി ലാരിജാനി വീണതോടെ മറ്റൊരു പ്രതികാര ശബ്ദം ഇപ്പോൾ ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിന് നേരെ ചീറുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വെല്ലുവിളി. ആഗോള പ്രത്യാഘാതങ്ങളുടെ തരംഗം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സമ്പത്ത്, വിശ്വാസം, വംശം എന്നിവ പരിഗണിക്കാതെ എല്ലാവരെയും ഇത് ബാധിക്കും. ഇതായിരുന്നു അബ്ബാസ് അരാഗ്ചിയുടെ കൊലവിളി. അരാഗ്ചിയും താമസിയാത്ത പടമാകും. കാരണം ലാരിജാനിക്ക് ശേഷം ഇസ്രയേൽ സ്കെച്ചിട്ടിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ്.
ഇറാനിലെ ആണവ രഹസ്യങ്ങളുടെ സൂത്രധാരനാണ് അരാഗ്ചി. ഭരണകൂടത്തിൽ അവശേഷിക്കുന്ന ഖമനേയി ശിങ്കിടികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അറ്റാക്കിലാണ് ലാരിജാനിയെ തീർത്തത്. അതേ ഖമനേയി ശിങ്കിടി തന്നെയാണ് അരാഗ്ചിയും. അതുകൊണ്ട് അരാഗ്ചിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഇറാനിൽ നിന്ന് അപ്രത്യക്ഷമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണുള്ളത്? ആണവ പരീക്ഷണം എവിടെയാണ് നടക്കുന്നത്? ഇറാന്റെ ആണവ പരീക്ഷണത്തിന് റഷ്യൻ സഹായമുണ്ടോ? ഏത് ഘട്ടം വരെ പരീക്ഷണം എത്തി? ഇതിനെക്കുറിച്ചെല്ലാം അരാഗ്ചിക്ക് വ്യക്തമായ അറിവുണ്ട്. നെതന്യാഹു കട്ടായം പറയുന്നതും ഈ വാക്കുകളാണ്. ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനോടൊപ്പം ആണവ പരീക്ഷണങ്ങളുടെ സൂത്രധാരന്മാരെ ഇല്ലാതാക്കണം. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ഇതുതന്നെയാണ്. അതുകൊണ്ട് അരാഗ്ചിക്ക് സ്കെച്ച് വീണ് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിനെതിരെ ഇറാനിൽ നിന്ന് ഉയരുന്ന ഉറച്ച ശബ്ദം അരാഗ്ചിയുടേതാണ്. ആണവ കരാറിൽ അമേരിക്കൻ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പല ആവർത്തി അരാഗ്ചി വെല്ലുവിളിച്ചു. പ്രകോപനമില്ലാതെ, ന്യായീകരണമില്ലാതെ നിയമവിരുദ്ധമായി അവർ ഈ യുദ്ധം ആരംഭിച്ചു. ഞങ്ങൾ ചെയ്യുന്നത് നിയമാനുസൃതമായ പ്രതിരോധം മാത്രമാണ്. സ്വയം പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് എല്ലാ അവകാശവുമുണ്ട്. ഞങ്ങളോട് ആക്രമണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ന്യായമല്ല. യുദ്ധത്തിന് ഒരു സ്ഥിരമായ അന്ത്യമുണ്ടാകണം. അത്തരമൊരു ഘട്ടത്തിൽ എത്തുന്നതുവരെ ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോരാടുന്നത് തുടരേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. യുഎസും ഇസ്രയേലും ഇറാൻ ആക്രമണം തുടങ്ങി 9-ാം ദിവസം അബ്ബാസ് അരാഗ്ചി ഇങ്ങനെയായിരുന്നു വെല്ലുവിളിച്ചത്. ഇതേ ദിവസം തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഹൃദയത്തിൽ തീ പടർത്തുമെന്ന് അലി ലാരിജാനി വെല്ലുവിളിച്ചത്. എന്നാൽ 18-ാം നാൾ ലാരിയുടെ തല പിളർന്നു. അരാഗ്ചിയുടെ കാര്യത്തിൽ എന്താണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് കണ്ടറിയണം. ഇറാന്റെ പിടിവള്ളി ഹോർമുസ് കടലിടുക്കും ചെങ്കടലും ബാബേൽ മന്ദബുമാണ്. ഇത് പാരിസ്ഥിതികമായി ഇറാനുള്ള കരുത്താണ്. അവിടെ അടച്ചുപൂട്ടി അമേരിക്ക ഇസ്രയേൽ സഖ്യത്തെ സമ്മർദ്ദത്തിലാക്കാമെന്നേ ഇറാന് വഴിയുള്ളൂ. ലോക വിപണി നിലം പൊത്തിയാൽ അമേരിക്കയ്ക്ക് സമാധാന ചർച്ചയ്ക്ക് വഴങ്ങേണ്ടി വരും. ഇതിലാണ് ഇനി ഇറാനുള്ള പ്രതീക്ഷ. ഇതിനിടെ ഇറാനുമായുള്ള സംഘർഷത്തിനിടെ താൻ കൊല്ലപ്പെട്ടുവെന്ന പ്രചാരണങ്ങൾ തള്ളിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ സന്ദേശം പുറത്ത്. ഇത്തവണ ഇസ്രയേലിലെ US അംബാസിഡർ മൈക്ക് ഹക്കബിക്കൊപ്പമാണ് അദ്ദേഹം വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. കുറച്ച് ദിവസങ്ങളായി നെതന്യാഹുവിനെ പൊതുവേദിയിൽ കാണാതിരുന്നതും മുൻപത്തെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിന് 6 വിരലുകൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള എഡിറ്റഡ് ദൃശ്യങ്ങൾ പ്രചരിച്ചതുമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹത്തിന് കാരണമായത്. പുതിയ വീഡിയോയിൽ മൈക്ക് ഹക്കബിക്കൊപ്പം നടക്കുന്ന നെതന്യാഹുവിനെ കാണാം. ഇസ്രയേൽ നേതാവ് സുരക്ഷിതനാണോ എന്ന് നേരിട്ട് പരിശോധിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അയച്ചതാണെന്ന് മൈക്ക് ഹക്കബി തമാശയായി വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇറാനിയൻ മാധ്യമങ്ങളുടെ വായ അടപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ. കാരണം ഇറാനിയൻ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അതിനെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോയിലെ ദൃശ്യത്തിൽ പറയുന്നത് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മൈക്ക് ഹക്കബി: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, താങ്കൾക്ക് സുഖമാണെന്ന് ഉറപ്പുവരുത്താൻ പ്രസിഡന്റ് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. ഇതിന് മറുപടിയായി നെതന്യാഹു പറയുന്നത്, അതെ മൈക്ക്, ഞാൻ ജീവനോടെയുണ്ട്. ഹക്കബി വീണ്ടും ചോദിക്കുന്നു, അതെനിക്ക് മനസ്സിലായി, അതിൽ സന്തോഷവുമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അത്ര നല്ല സൗഹൃദത്തിലായതുകൊണ്ടാണ് അദ്ദേഹം ഇത് ഉറപ്പുവരുത്താൻ പറഞ്ഞത്. തുടർന്ന് ഇറാനിയൻ നേതാക്കളായ അലി ലാരിജാനി, ബസിജ് കമാൻഡർ ഗുലാം റേസ സുലൈമാനി എന്നിവരെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് നെതന്യാഹു സംസാരിച്ചു. US സൈന്യം ചെയ്യുന്ന കാര്യങ്ങളിൽ താൻ അഭിമാനിക്കുന്നുവെന്നും ഇസ്രയേലിനെ തകർക്കാനും US നഗരങ്ങളിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന ഭ്രാന്തന്മാരെ തുടച്ചു നീക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇത് ഇറാനുള്ള മറുപടിയായിട്ടായിരുന്നു ഇസ്രയേൽ കൊടുത്തത്. എന്തായാലും താൻ ജീവനോടെ ഉണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.